ഒരായുഷ്കാലത്തിന്റെ അധ്വാനത്തിലൂടെ സ്വരുക്കൂട്ടിയതെല്ലാം നിമിഷ നേരം കൊണ്ടാണ് അടിമാലി കൂമ്പൻപാറ എട്ടുമുറിയിലെ കുടുംബങ്ങൾക്ക് നഷ്ടമായത്. മണ്ണിടിച്ചിൽ ബാക്കി വെച്ചതും കയ്യിലെടുത്ത് സുരക്ഷിത സ്ഥാനം തേടി പോകുന്നവരെയാണ് എട്ടുമുറിയിൽ ഇന്ന് കണ്ടത്. ഇടിഞ്ഞു വീണ മൺതിട്ടയുടെ ഒരു ഭാഗം അപകടമലയായി അവിടെ അവശേഷിക്കുന്നുണ്ട്. ഇവിടെയായിരുന്നു വീട്. ഇവിടെ ഈ ഭാഗത്താണെന്നാ തോന്നുന്നത്. കാരണം ആ വീടൊക്കെ ഉണ്ടല്ലോ, മനസ്സിലായി, അത്രയ്ക്ക് ക്ലിയർ അല്ല. മണ്ണൊക്കെ വന്ന് കിടക്കുന്നുണ്ട്. എങ്ങോട്ട് പോകണമെന്നോ എന്ത് ചെയ്യണമെന്നോ അറിയില്ല. പക്ഷേ കലങ്ങിയ കണ്ണുമായി അവർ പറയുന്നതൊന്നു മാത്രം: പോയല്ലേ പറ്റൂ. ഇപ്പോൾ പള്ളിയിലേക്ക് മാറ്റാന്ന് തീർന്നുകൊണ്ടിരിക്കും. മഞ്ഞാങ്കാലയ്ക്ക് പ്രതീക്ഷയില്ലാത്തൊരു ഇതായിപ്പോയി. പറയാനൊന്നുമില്ല, വാക്കുകൾ ഇഷ്ടമല്ല. എൻ്റെ വീടിന് വെള്ളമൊക്കെയാണ്. ഞങ്ങളുടെ മുതൽ മൊത്തം എല്ലാതിൻ്റെ അടിയിൽ പോയി. ഒന്നും പറയാൻ പറ്റുന്നില്ല. ഒരു സാധനമില്ല. ഈ വൃത്താണം മുണ്ട് മാത്രമേ എനിക്ക് പോകും. ഇനിയിപ്പോൾ താമസിക്കാനുള്ള ഒരു ധൈര്യമില്ല. മാറുക. പാത്തുമ്മയ്ക്ക് കയ്യിലെടുത്തു പോകാൻ പോലും ഒന്നും അവശേഷിക്കുന്നില്ല. എല്ലാം മണ്ണിനടിയിലാണ്. എല്ലാം പോയി സാറേ. ഞങ്ങൾക്കൊന്നുമില്ല. ഞങ്ങൾക്ക് ആരും സാധാരണ മക്കളെ സഹായിക്കാനും ഒരാളില്ല. ഞങ്ങളുടെ എത്രയും പേരും കിടക്കാനുള്ള സംവിധാനം തന്നാൽ ഞങ്ങളിനി ഇവിടെ കിടക്കണമില്ല. ലക്ഷം വീട് ഉന്നതിയിലെ 50 കുടുംബങ്ങളാണ് സ്വന്തം വീടുപേക്ഷിച്ചിറങ്ങേണ്ടി വരിക. ഒറ്റ രാത്രിയിൽ കിടപ്പാടമില്ലാതായവർ. എങ്ങോട്ടാണെങ്കിലും പൂച്ചക്കുട്ടികളെ ഒപ്പം കൂട്ടിയിട്ടുണ്ട് 5 വയസ്സുകാരി ഫൈഹ. ഇത് കൂടെ കൊണ്ടുപോകണം. ഒരു വീട് കണ്ടുപിടിച്ചിട്ട് അവിടെ പോയിട്ട് ഈ പൂച്ചക്കുഞ്ഞുങ്ങളെ വയ്ക്കുകയാണെങ്കിൽ വീട്ടിൽ നിന്ന് പോകുമ്പോൾ വിഷമാണോ? കുറെ വിഷമുണ്ട്. തുലാവർഷം ഇനിയും ബാക്കി. മണ്ണിടിച്ചിൽ ഇനിയും ഉണ്ടായേക്കാം. പലായനമല്ലാതെ മറ്റൊരു പോംവഴി ഈ നിസ്സഹായകർക്ക് മുന്നിൽ ഇല്ല. സുമിത്തിനൊപ്പം രാഹുൽ വിജയൻ, 24 ഇടുക്കി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.